और मैं ये इसलिए आपको बधाई देता हूं क्योंकि यहां पर चुनाव जीतने की संभावना कहीं नजर नहीं आती थी। कोई पद मिलेगा, प्रतिष्ठा मिलेगी, इसकी कोई संभावनाएं नजर नहीं आती थी। हर चुनाव के बाद कार्यकर्ता मिलकर के हिसाब लगाते थे कि किसी की जमानत बची कि नहीं बची। हर चुनाव के बाद कार्यकर्ता हिसाब लगाते थे कि पिछले चुनाव की तुलना में इस बार हम कम वोटों से हारे कि ज्यादा वोटों से हारे। यही हिसाब किताब पिछले 50 साल लगाते रहे, उसके बावजूद भी विजय का नामो निशान नहीं था। सत्ता दूर दूर तक नजर नहीं आती थी। उसके बाद भी भारतीय जनता पार्टी का कार्यकर्ता भारत माता की जय बोलते बोलते अपने आप को खपाता रहा। 4 पीढ़ियां खपा दी। और इसलिए मैं केरल भारतीय जनता पार्टी के इन लक्षावधि कार्यकर्ताओं को शत शत नमन करता हूं। കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ ഒരിക്കൽ കൂടി ഞാൻ നമിക്കുന്നു. കാരണം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം നടത്തുമ്പോൾ ആ നടത്തുന്ന പ്രവർത്തകരുടെ മുന്നിൽ അധികാരത്തിന്റെ കസേരകൾ അത് അകലെയാണ്, വിജയത്തിന്റെ പ്രതീക്ഷകൾ അത് അകലെയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നടത്തുന്ന വിശകലനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ജാമ്യസംഖ്യ തിരിച്ചു കിട്ടിയോ എന്ന് മാത്രം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ വോട്ട് കൊണ്ടാണോ ഈ തവണ പരാജയപ്പെട്ടത്, അതോ കൂടുതൽ വോട്ടുകൾക്കാണോ പരാജയപ്പെട്ടത് എന്ന് വിലയിരുത്തേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ വിപരീത സാഹചര്യങ്ങൾ, അങ്ങേയറ്റത്തെ പ്രതികൂല സാഹചര്യങ്ങൾ, അധികാരം എന്നുള്ളത് കണ്ണെത്താ ദൂരത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായ ജനതാ പാർട്ടി കേരളത്തിലെ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് ഇതേ പാതയിലൂടെ മുന്നോട്ട് പോകാൻ അതിനുവേണ്ടി കാണിച്ച നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യം കാണിച്ച കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്റെ ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങളെ പ്രണമിക്കുന്നു.